ഡോക്ടർ സോയ, എന്തായാലും ഈ പീഡനത്തിന് ഇരയാവുന്നവർ, റാഗിങ്ങിന് ഇരയാവുന്നവർ തന്നെ അത് തുറന്നു പറയാൻ മുന്നോട്ട് വരണം അല്ലേ? ഇനി ഒരിക്കലും അറച്ചു നിൽക്കരുത് അല്ലേ? അതല്ലേ നമ്മൾ ഈ കോട്ടയം സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അത് തന്നെയല്ലേ? തീർച്ചയായും അതൊരു ചെറിയ രീതിയിലുള്ള ഒരു അനുഭവമാണെങ്കിൽ പോലും അത് വാക്കുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഒരു മുറിപ്പെടുത്തലാണെങ്കിലും അത് തുറന്നു പറയാൻ കഴിയണം. ക്യാമ്പസുകൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും അവരുടെ കലാപരവും കായികപരവുമായിട്ടൊക്കെയുള്ള മുന്നേറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ബ്രൂട്ടാലിറ്റീസും ക്രിമിനൽ ആക്ടിവിറ്റീസും നടമാടുന്ന ഇടങ്ങളായിട്ടല്ല കേരളത്തിലെ ക്യാമ്പസുകളും കലാലയങ്ങളും ഒക്കെ മാറേണ്ടത്. അത് ഇത്തരത്തിലുള്ള SFI പോലെയുള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് വഴി പ്രതികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് കിട്ടുന്ന ഊർജം ചെറുതല്ല. അവർ വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ സിദ്ധാർത്ഥന്റെ വിഷയമൊക്കെ കേരളം ഇത്ര കണ്ട് ചർച്ച ചെയ്തിട്ടും ആ അമ്മയുടെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പോ അത്തരത്തിലുള്ള വലിയ ചർച്ചകൾ നടന്നിട്ടും വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അതിന്റെ ഭാഗമായി നടന്നിട്ടും ഇതൊന്നും കൂസലില്ലാത്ത കാര്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല, ഞങ്ങൾ അതിനൊക്കെ അതീതരാണ് അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള ധാർഷ്ട്യവും ധാരണയും ബോധവും എവിടുന്നാണ് ഇവർക്ക് വന്നത് എന്നുള്ളത് ഈ പറയുന്ന ഇവർ പിടിക്കുന്ന കൊടിയുടെ തണൽ തന്നെയാണ്. ആ കൊടി മുന്നോട്ട് വെക്കുന്ന ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും സഹിക്കേണ്ടവരല്ല കേരളത്തിലെ ക്യാമ്പസിലെ കുട്ടികൾ. ആ കുട്ടികൾ അത്തരത്തിൽ മുന്നോട്ട് പോകേണ്ടവരുമല്ല. അതുകൊണ്ട് SFI എന്നുള്ളത് ബാൻ ചെയ്യപ്പെടേണ്ട സംഘടനയാണ് എന്നുള്ളത് വെറുതെ ഒരിക്കൽ പറഞ്ഞു വെച്ചതല്ല ഹൈബി ഈഡൻ. അത് വീണ്ടും ഹൈബി ഈഡൻ MP ഒരിക്കൽ പറയുകയുണ്ടായി പാർലമെന്റിൽ, SFI എന്നുള്ളത് ബാൻ ചെയ്യപ്പെടേണ്ട സംഘടനയാണെന്നുള്ളത്. അത് വീണ്ടും ബാൻ ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളത് അവർ തന്നെ അവരുടെ പ്രവർത്തികളിലൂടെ തെളിയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദൈവത്തിൻ്റെ മാലാഖമാർ നഴ്സുമാരെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ ചെകുത്താന്മാരൊക്കെ നാളെ നഴ്സുമാരായാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ പറ്റി, പ്രത്യാഘാതങ്ങളെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇവരുടെ മാതാപിതാക്കൾ തന്നെ മുൻകൈയെടുത്ത് ഇവരെ ചവിട്ടി പുറത്താക്കുക. ഇന്ന് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്തവർ നാളെ ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ അന്തകർ ആയേക്കാം. മക്കൾ കള്ളു കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കഞ്ചാവ് അടിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനുള്ള മിനിമം വിവേകമെങ്കിലും മാതാപിതാക്കൾ കാണിക്കണം.